നായ കേന്ദ്ര കഥാപാത്രമാകുന്ന തകഴിയുടെ പ്രസിദ്ധമായ കഥ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കന്നഡയിലെ ആദ്യ മനഃശാസ്ത്ര നോവൽ ഏതാണ്? ഉത്തരം അന്തരംഗ. കർണാടക സംഗീതത്തിന്റെ പിതാവ്. ഉത്തരം പുരന്ദരദാസ്. ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും സമ്മാനമായി ലഭിച്ച മലയാള കവി. ഉത്തരം കുമാരനാശാൻ. 1903 മഹാകവി ഉള്ളൂർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഒരു മലയാള കാവ്യമാണ് ദ പീകോക്ക് മെസഞ്ചർ. ഏതായിരുന്നു ആ കാവ്യം? ഉത്തരം മയൂര സന്ദേശം. പ്രധാന സംഘകാല കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുക്കുറൽ, പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, നറ്റിണை, മണിമേഖല, ചിലപ്പതികാരം, തൊൽക്കാപ്പിയം, കുറുന്തകൈ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധമായ കവയിത്രി. ഉത്തരം ഔവ്വയാർ. എഴുത്തൊക്കൈയിൽപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, ഐങ്കുറുനൂറ്, കുറുന്തങ്കൈ, കലിത്തൊക്കെ, പരിപ്പിടൽ, നറ്റിണை. പത്തുപാട്ടിലെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം തിരുമുരു കാറ്റുപാടെ, പെരുമ്പാനാറ്റുപാടെ, മുല്ലേപ്പാട്ട്, മധുരക്കുഞ്ചി, നടുനൽവാടെ, കുറിഞ്ചിപ്പാട്ട് തുടങ്ങിയവ. ഗദ്യഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള കൃതി. ഉത്തരം ഭാഷാ കൗടില്യം. മാവുകൾ അറിയുമോ മാനവനാത്മാവിൻ വേവിൻ നോവുകൾ അവയുടെ ചില്ലകൾ വീണ്ടും പൂത്തു. ഈ വരികൾ ഏതു മലയാള കവിയുടേതാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ഷേക്സ്പിയർ നാടകമായ ഹാംലെറ്റിലെ നായിക ആരാണ്? ഉത്തരം ഒഫീലിയ. പത്മശ്രീ ലഭിച്ച എഴുത്തുകാരിയും പ്രസാധകയുമായ വനിത. ഉത്തരം റീത്തോ മേനോൻ. ഏറ്റവും വലിയ ഉപനിഷത്ത്. ഉത്തരം ബൃഹദാരണ്യകോപനിഷത്ത്. ചാരുലത എന്ന കാവ്യ സമാഹാരം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം കെ നാരായണക്കുരുക്കൾ. സാത്താനിക് വേഴ്സസ് ദി മൂർസ്, ലാസ്റ്റ് സൈ എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ് ആരാണ്? ഉത്തരം സൽമാൻ റുഷ്ദി. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ. ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. കേരളത്തെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം. ഉത്തരം ഐതരേ ആരണ്യകം. ഒ ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം വില്യം ഡിസ്നി പോർട്ടർ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ ആരാണ്? ഉത്തരം എച്ച് ജി വൈൽസ്. എസ് കെ പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. കെ ടി മുഹമ്മദിന്റെ ആദ്യ കഥ ഏതാണ്? ഉത്തരം കണ്ണുകൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ടി എൻ ഗോപിനാഥൻ നായർ. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡീക്കൻസ്. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക. ഉത്തരം കേളി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക. ഉത്തരം തളിര്. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വി കെ മാധവൻകുട്ടി. ആർ കെ ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ടണൽ ഓഫ് ടൈം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക. ഉത്തരം സ്പൈസ് ഇന്ത്യ. ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ.
പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം പി സച്ചിദാനന്ദൻ. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി? ഉത്തരം ചങ്ങാതി. 2020 ഫെബ്രുവരി 10 80ാമത് വാർഷികം ആഘോഷിച്ച കാർട്ടൂൺ പരമ്പര? ഉത്തരം ടോം ആൻഡ് ജെറി. ബ്ലാക്ക് സ്റ്റേജ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മൊണ്ടേക് സിംഗ് അലുവാലിയ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഉത്തരം നർത്തകി നടരാജ്. നർത്തകി നടരാജ് ഏത് കലയിലാണ് പ്രശസ്തമായത്? ഉത്തരം ഭരതനാട്യം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി ആരാണ്? ഉത്തരം സുരാസു. NB മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. തിടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം N ഗോവിന്ദൻകുട്ടി. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം? ഉത്തരം കൂട്ടുകൃഷി. വൃത്തസദനം ആരുടെ കൃതിയാണ്? ഉത്തരം TV കൊച്ചുബാവ. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ കൃതി ഏതാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. മലയാളത്തിലെ ഓർഫിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചങ്ങമ്പുഴ. ബ്ലോഗ് എന്നാൽ എന്താണ്? ഉത്തരം ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയുള്ള ബുക്ക്. മലയാളത്തിലെ ആദ്യ ബ്ലോക്കിന്റെ പേര്? ഉത്തരം കൊടകര പുരാണം. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം? ഉത്തരം ദീപിക. മലയാളത്തിലെ ആദ്യ മാഗസിൻ? ഉത്തരം പുഴ.com. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടികളുടെ നോവൽ ആരാണ് രചിച്ചത്? ഉത്തരം മുട്ടത്ത് വർക്കി. ചെമ്മീൻ ഏത് കടൽ തീരത്തെ കഥയാണ്? ഉത്തരം പുറക്കാട്ട്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു ഭാഷ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെ തൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എത്ര എണ്ണമാണ്? ഉത്തരം 11. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. മാവിൻ ചുന മണക്കുന്ന മേടത്തിൽ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഐതിഹ്യമാലയുടെ കർത്താവ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? ഉത്തരം മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ആറ്റൂരിന്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്ന കവി? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. കാളിദാസനെ നായകനാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യം? ഉത്തരം ഉജ്ജയിനി.